പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഈ സിനിമാ സംഘടന അമ്മയിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. അതിലെ നിയമ നടപടിയുമായി ബന്ധപ്പെട്ടുള്ളതാണ്. നടൻ ടിനി ടോമിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ നിലപാട് അറിയിക്കും. കേസ് എടുക്കാൻ കഴിയില്ല എന്നായിരുന്നു പോലീസ് നിലപാട്. അൻസിബ ഹസന്റെ പരാതിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് ടിനി ടോമിനെതിരെ കടവന്ത്ര പോലീസ് കേസെടുത്തത്. അഡ്ഹോക് കമ്മിറ്റിക്ക് തുടരാൻ അർഹതയില്ലെന്ന് കാണിച്ച് ശ്വേത മേനോൻ നൽകിയ ഹർജിയും ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നു. സഹിൻ, ഗുഡ് മോർണിംഗ്. രണ്ട് കാര്യങ്ങൾ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ രണ്ട് കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന ഗുഡ് മോർണിംഗ് പരിഗണനയ്ക്ക് വരുന്ന ദിവസമാണ്. ഇതിൽ ടിനി ടോമിനെതിരായ പോലീസ് ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഗുരുതരമാണെന്നുള്ളതാണ്. സ്ത്രീത്വത്തെ അധിക്ഷേപിക്കൽ, അതേപോലെ മതപരമായ അധിക്ഷേപം തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളൊക്കെ ചുമത്തിയാണ് ടിനി ടോമിനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ എന്താകും കോടതിയുടെ നിരീക്ഷണം, വിലയിരുത്തൽ, പരാമർശം തുടങ്ങിയവ അറിയേണ്ടതുണ്ട്. അതിനൊപ്പം ശ്വേത നൽകിയ പരാതിയും കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നു. അപ്പോൾ എന്ത് പ്രതീക്ഷിക്കണം സഹിൻ? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ താരസംഘടനയായ അമ്മയിലെ നിർണായകമായ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നടക്കുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ടത് അൻസിബ നൽകിയ പരാതിയിൽ ടിനി ടോമിനെതിരെ കടവന്ത്ര പോലീസ് കോടതി നിർദ്ദേശപ്രകാരം കേസെടുത്തിരുന്നു. എറണാകുളം സെഷൻസ് കോടതിയാണ് പോലീസിനോട് നിർദ്ദേശം നൽകിയിരുന്നത് ഈ കേസെടുക്കാൻ വേണ്ടി. അതിൽ സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, ഒപ്പം തന്നെ വർഗീയ പരാമർശം, കൂടാതെ വർഗീയ വിദ്വേഷം പടർത്തുക, ഇതൊക്കെ ലക്ഷ്യം വെച്ചായിരുന്നു ടിനി ടോമിൻ്റെ പ്രവർത്തനം എന്നുള്ളതായിരുന്നു കോടതിയുടെ നിരീക്ഷണവും. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ തന്നെയായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. എന്നാൽ പിന്നീട് പോലീസ് കോടതിയെ അറിയിച്ചത് ഇതിൽ കേസെടുക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു. എന്തായാലും പ്രോസിക്യൂഷൻ ഇന്ന് ആ നിലപാട് കോടതിയെ അറിയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ അൻസിബ ഇത് സംബന്ധിച്ച നിരവധി പരാതികൾ പലയിടങ്ങളിലായി നൽകിയിരുന്നു. ഏറ്റവും ഒടുവിലാണ് അൻസിബ കോടതിയെ സമീപിക്കുന്നത്. അന്ന് കോടതിയുടെ കണ്ടെത്തലായി അല്ലെങ്കിൽ റിപ്പോർട്ടായി കോടതിയിൽ സമർപ്പിച്ചിരുന്നത് പോലീസിൻ്റെ കണ്ടെത്തലായി അല്ലെങ്കിൽ റിപ്പോർട്ടായി സമർപ്പിച്ചിരുന്നത് ഈ പരാമർശങ്ങളൊക്കെ ടിനി ടോം നടത്തിയിട്ടുണ്ട്. അതായത് ജിഹാദി പരാമർശമെല്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതൊന്നും വളരെ കാര്യമായി വിളിച്ചിരുന്നതല്ല, കളിയായി പറഞ്ഞ കാര്യങ്ങളാണ് എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ കണ്ടെത്തൽ. പക്ഷേ കോടതി ആ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളുകയും പോലീസിനോട് കേസെടുക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. എന്നാൽ പിന്നീട് പോലീസ് ഇതിൽ കേസെടുക്കാൻ കഴിയുകയില്ല എന്ന് കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഇന്ന് ആ നിലപാട് വ്യക്തമാക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ മറ്റൊന്നുകൂടി സംഭവിക്കുന്നുണ്ട്. ശ്വേത മേനോൻ നൽകിയ ഒരു ഹർജി, അത് അഡോക് കമ്മിറ്റിയെ നിലനിർത്താൻ കഴിയില്ല. അഡോക് കമ്മിറ്റിക്ക് ഈ അമ്മ സംഘടനയുടെ അധികാരം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശ്വേത മേനോൻ സമർപ്പിച്ച ഹർജിയായിരുന്നു. ആ ഹർജിയിൽ അഡോക് കമ്മിറ്റി കൺവീനർ സ്ഥാനത്ത് നിന്നും പിഷാരടി മാറി നിൽക്കണമെന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും പിഷാരടിയും ഒപ്പം തന്നെ അൻസിബയും ഇതിൽ കക്ഷി ചേർന്നുകൊണ്ട് ഇന്ന് കോടതി ആ ഹർജി വീണ്ടും പരിഗണിക്കുകയാണ്. അതിൽ തന്നെ വലിയ നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി.